ഹലോ ഗടികളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകുന്നു. ട്രിപ്പ് വേറെ എവിടേക്കുമല്ല, സാധാരണ നമ്മൾ കേരളത്തിലേക്കാണ്. ഇപ്രാവശ്യം ഒന്ന് മാറ്റിയിട്ട് ഗോവയ്ക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ട്, പൊണ്ടാട്ടി, പെങ്ങളെ മക്കൾ, കസിൻ, അനിയൻ എല്ലാവരുമായിട്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം വൈറ്റിലേ പോയി മെട്രോയിൽ കയറി എറണാകുളം ജംഗ്ഷനിൽ പോയി അവിടെ നിന്ന് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇപ്പോൾ റിസർവേഷന് നമുക്ക് ടിക്കറ്റ് ലഭ്യമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോക്കൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ എറണാകുളത്തു നിന്നാണ് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തായി, സീറ്റൊക്കെ കിട്ടി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കുറേ കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് കാണുന്നത്. ഫുള്ള് ഇന്ത്യക്കാർ, ഫാമിലി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊക്കെ ഒച്ചയും ബഹളമൊക്കെ എടുത്തുകൊണ്ട് നമ്മളെ കമ്പാർട്ട്മെൻറ്റിലേക്കൊന്നും ഇവർ വന്നില്ല. പക്ഷെ നമ്മളതിനനുസരിച്ച് നിൽക്കണം ഇവരോട്. അതല്ല, ഇവരെ കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ നമ്മളെങ്ങാനും വല്ല പേടിച്ചൊക്കെ നിൽക്കുന്ന വെച്ചാൽ ഇവർ നമ്മളുടെ ഭർത്തോ നമ്മളുടെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കാൻ വരും. പക്ഷെ നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ തന്നെ ഇരുന്നപ്പോൾ അത് ഫുള്ളായിരുന്നു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഞങ്ങൾ കംഫർട്ടായിട്ട് തന്നെയാണ് പോയത്. യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ മാതിരി ട്രെയിനിൽ കാലുത്താൻ സൗകര്യമില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ. ട്രെയിൻ മലബാർ ഭാഗത്തെത്തിയപ്പോൾ, അതായത് നമ്മളെ മംഗലാപുരം ആ റൂട്ടാണ്, ഷൊർണൂർ. അങ്ങനെ ഞങ്ങളിത് ഗോവയിൽ ഇറങ്ങിയതിന് ശേഷം ടാക്സികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ പ്രീപെയ്ഡ് ടാക്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പോകേണ്ട സ്ഥലം, വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ച് അവർ വിടും. അപ്പോൾ നമ്മളതൊന്നുമല്ല, നമ്മൾ വേറെ വണ്ടി വിളിച്ച് വന്ന് റൂമെടുത്തിട്ട് പിറ്റേ ദിവസത്തെ കാഴ്ച കേട്ടോ. അപ്പോൾ ഈ റൂമാണ് നമ്മളെടുത്തത്, കടലിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കിടക്കാൻ പറ്റിയ രീതിയിലുള്ള റൂമാണ് നമ്മൾ എടുത്തത്. കാരണം ചെല്ലുന്ന കയറുന്നവിടെ തന്നെ ഒരു വലിയ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ബെഡ്റൂമുണ്ട്. അതേമാതിരി തന്നെ കിച്ചനും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് റൂം നമുക്ക് നല്ല റൂമായിരുന്നു. റേറ്റാണ് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത റേറ്റ്. അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നമ്മൾക്കൊരു അനുഭവം കൊണ്ട് മനസ്സിലായ ഒരൊറ്റ കാര്യമാണ്, ഗോവ എന്ന് പറഞ്ഞ സ്ഥലം ഫുള്ള് കമ്മീഷൻ്റെ പരിപാടിയാണ്. ഇന്ത്യ ഗോവയിൽ കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ ഈ റൂം നമ്മുടെ അടുത്തിന് 12 പറഞ്ഞു, നമ്മൾ ഭാഗ്യം ചെയ്ത് 10 പക്ഷേ നമ്മൾ പിറ്റേ ദിവസം ചാവി കൊടുക്കാൻ പോയപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോഴാണ് 8 രൂപയെ അവിടെ ഉള്ളൂ, 2 രൂപേനെ അതിന് കമ്മീഷൻ അടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ ദിവസം ഉറങ്ങി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ പനീർ പുലാവ്, ഡാള് കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഫുഡായിരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോവയിൽ കൂടെ ഒരു നടത്തം, ആ നടത്തം കഴിഞ്ഞതിന് ശേഷം നേരെ ബീച്ചിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഗോവയിലാണെങ്കിൽ 2 രീതിയിലാണ് ബീച്ചുകളുള്ളത്, ഒന്ന് നോർത്തിലും ഒന്ന് സൗത്തിലും. അപ്പോൾ സൗത്തിലെ കൊലുവ ബീച്ചിലാണ് നമ്മൾ ആദ്യം വന്നത്. മറ്റൊന്നുമില്ല, ബീച്ചിന് പ്രത്യേകം നല്ല ശാന്തമായ ബീച്ച്. അതുമാതിരി തന്നെ അവിടെ പിന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് നേരെ കാണുന്ന കടയിൽ നിന്ന് പലവരും ലിക്കറും കാര്യങ്ങളൊക്കെയാണ് മേടിക്കുന്നത്. അതൊക്കെ മേടിച്ച് അവിടെ വന്ന് കിടക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയാണ്. അതല്ല, നമ്മൾ സീറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ രീതികൾ. അതല്ലാതെ അവിടെ ഫ്രീ ഒന്നുമില്ല. അപ്പോൾ ഗോവയിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസാണ്, തൊട്ടാൽ എക്സ്പെൻസാണ്. ഇവിടെ എപ്പോഴൊക്കെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിക്കഴിഞ്ഞാലും 99% അവിടെ ലിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണിച്ചെന്നുള്ളൂ. 2 ഇവിടെ മിറണ്ട ഇരുന്ന് കുടിക്കുന്നു, 2 കൂടുതൽ ആൾക്കാരിരുന്ന് മിറണ്ട കുടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഒന്ന് മയങ്ങിയോന്ന് സംശയമുണ്ട്. അപ്പോൾ കൊലുവ ബീച്ചിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്നത്തെ രാത്രി വെറുതെ ആയ തെരുവുകളിലൂടെ ഒന്ന് കറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഫിഷാണ് അവിടുത്തെ പ്രധാന സംഭവങ്ങൾ. അപ്പോൾ ഫിഷ് ഇങ്ങനെ മസാല പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഈ കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഗംഭീരം. ഇറങ്ങി വരുന്ന ചേട്ടൻ്റെ കയ്യിൽ ബീറൂപ്പിൻ്റെ, അന്നൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും.
ഗോവയിലൊക്കെ അത് ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമില്ല, ഏത് കടയിലും അതായിട്ട് കയറി ചെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ രാത്രി തന്നെ കൊൽവ ബീച്ചിലൂടെ തന്നെ നടന്നപ്പോൾ വേറൊരു ബീച്ച് കിട്ടി, അതിനോട് ചേർന്ന് കിടക്കുന്ന തന്നെയാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടെ പോയി ഇതേമാതിരി കുറച്ച് റീൽസൊക്കെ എടുത്ത്. പിന്നെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവക്കാർ അവർ ആഘോഷിക്കുകയാണ്, അതാണ് ലൈഫ് എൻജോയ് ചെയ്യുകയാണ് അവർ. അപ്പം നമ്മളവിടെ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് സ്നാക്സും ഗോവക്കാരുടെ ഒരു പ്രത്യേക പാനീയം, നല്ല രുചി ഉണ്ടായിരുന്നത്, പുതിനയിലൊക്കെ ഇട്ടിട്ടുള്ളൊരു പ്രത്യേക തരം പാനീയമായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങളിങ്ങനെ ബീച്ചിലൂടെ നടക്കുക. അപ്പോഴാണ് അവിടെ മറ്റൊരു ഇതേമാതിരത്തൊരു ഷോപ്പിൽ ഇങ്ങനെ ഭയങ്കര തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടത്. അവിടെ ഈ പറഞ്ഞ മാതിരി DJ കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാവരും ഒരു രാത്രി അവർ ഉത്സവ ലഹരിയിൽ ആടി തിമിർക്കുകയാണ്. അപ്പോൾ അതും കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത്. ആ പാട്ട ഗംഭീരമായിട്ട് 2 പേര് അടിച്ചു പൊളി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇടയിൽ 2 പേര് വന്നിട്ട് നൈസായിട്ട് അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ബീച്ചിനോട് ചേർന്നിട്ട് അതുണ്ട്. അപ്പോൾ നേരം പോകാനായിട്ട് കുറച്ച് ആൾക്കാർ ഊഞ്ഞാലിലൊക്കെ ആടി. രക്ഷയില്ല, അതേ അളിയൻ പിന്നെ അവിടെ ചെന്നിട്ട് ഒരു രക്ഷയില്ല, ആഘോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആഘോഷിക്കാനാണ് നമ്മൾ ഗോവയിലേക്ക് പോകുന്നത്. അത് പല രീതിയിലുള്ള ആഘോഷമുണ്ട്, നമ്മൾ നമ്മളേതായ രീതിയിൽ അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവക്കാരുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ലഹരിയിലാടി തിമിർക്കുന്ന ഒരു ആഘോഷമാണെങ്കിൽ നമ്മൾ അതല്ലാത്തൊരു ആഘോഷമാണ്. നമ്മൾ ആഘോഷിക്കാനാണ്, അടിച്ച് പൊളിക്കാനാണ് ഗോവ വരെ പോയത്. കണ്ടില്ല, ആഘോഷിക്കുന്ന എല്ലാവരുടെ കയ്യിലും ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണാം. ഓരോ രാവും ഗോവക്കാരുടെ രാവുകൾ ആഘോഷത്തിമിർപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ശരിക്കും ജീവിതം ആസ്വദിക്കുന്നത് ഭൂരിഭാഗം ഗോവക്കാരാണ്. ഗോവക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് മൊത്തം പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷെ അവരും അതിനോടൊപ്പം ചേരുന്നുണ്ട്, അല്ലെങ്കിൽ അവരും അതിനൊപ്പം സൗകര്യങ്ങളൊരുക്കി ഒരാഘോഷത്തിൻ്റെ ഭാഗമാവുന്നുണ്ട് ഗോവക്കാർ. ഒരു ചെറിയ സംസ്ഥാനമായ ഗോവയിലെ പ്രധാന വരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അവിടുത്തെ പ്രധാന വരുമാനം ഈ പറഞ്ഞ മാതിരി ടൂറിസ്റ്റ് വരുമാനം തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും അവർ കച്ചവടം ചെയ്യുന്ന ലിക്കറാണ്. അപ്പോൾ അതാണ് എങ്ങനെയാണ് നമ്മൾക്കും ഉണ്ട് കടലുകൾ, നീണ്ട് നിവർന്ന് കിടക്കുന്ന കടൽ നമ്മൾക്കും ഉണ്ട്. ആ കടലിനെ എങ്ങനെ ഇതേമാതിരി ആക്കി തീർക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുമാനം നേടാം. എത്രയോ ആൾക്കാർ ഉപജീവനമാർഗം അതിലൂടെ നേടുന്നുണ്ട് ഗോവയിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു രക്ഷയില്ല, അവരൊക്കെ നമ്മളൊരു കമ്പനിയായിട്ട് കുറേ ആൾക്കാർ നമ്മളങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടാണ് പോണത്. അപ്പോൾ അളിയനെ അവർ വിടുന്നില്ല അത്ര. അപ്പോൾ ഇത്രയും ആഘോഷങ്ങളവിടെ നടക്കുമ്പോഴും അവിടുത്തെ അവരുടെ ഉപജീവനമാർഗമായ മീൻ, കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരത് വണ്ടിയിൽ കയറ്റി വിടാനുള്ള പരിപാടിയിലാണ് കുറച്ച് ആൾക്കാർ. ഈ വരുന്ന ടാക്സിക്കാരനെ കണ്ട വണ്ടി ഓടിച്ച് വന്ന അവൻ്റെ കയ്യിലും ബിയർ ബോട്ടിലാണ്. അപ്പോൾ എന്താണോ അവിടെ ഈ ഡ്രിങ്കിങ് ഡ്രൈവിനെ കുറിച്ചൊക്കെ അവിടെ എങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അത്ര സ്ട്രിക്റ്റ് അല്ല എന്തായാലും, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കൂലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ നമ്മളുടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊരു വണ്ടി എടുത്ത് ഇനി രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ആ ഫുഡ് കഴിഞ്ഞു. അപ്പോൾ വിശപ്പിൻ്റെ ഭയങ്കര പിടിവലി ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ഈ ഫുഡിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെ എല്ലാ വീഡിയോ എടുക്കണം, എല്ലാവരും ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് എടുക്കാൻ പലപ്പോഴും മറന്നു പോകും, ആ വിശപ്പിൻ്റെ വിലയുണ്ട്. അപ്പോൾ ഇതാണ് പട്ടേൽ സാറ്. പട്ടേൽ സാറ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. പട്ടേൽ സാറും വൈഫും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വണ്ടിയിൽ വേറെ ആരുമില്ല, പട്ടേൽ സാറും വൈഫും, ബാക്കിയൊക്കെ ഞങ്ങളും തന്നെയാണ്. ഞങ്ങൾ പിറ്റേ ദിവസം പാക്കേജിലാണ് നമ്മൾ പിറ്റേ ദിവസത്തെ നോർത്ത് ബീച്ചിലോട്ടുള്ള യാത്ര. ഇദ്ദേഹത്തിൻ്റെ പേരാണ് അമീർ ഖാൻ, ഞങ്ങളുടെ സാരഥിയാണ്. അപ്പോൾ നമ്മളുടെ യാത്ര എന്താണെന്ന് വെച്ചാൽ നോർത്ത് സൈഡിലോട്ടാണ്. രണ്ടാമത്തെ ദിവസം അവിടെ നിന്ന് 50 കിലോമീറ്റർ മേലെ ഉണ്ട്. അപ്പോൾ ഗോവയിൽ തന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മളെ കേരളത്തിൽ നിന്നും ഇത്രയും ദൂരം കിടക്കുന്ന ഗോവയിൽ വന്നിട്ട് എല്ലാതും അവിടുത്തെ മരങ്ങൾ, വീടുകൾ, പാടങ്ങൾ എല്ലാം നമ്മളെ കേരളത്തിനോട് അതേ രീതിയിൽ
അതേമാതിരി എടുത്തു വെച്ച മാതിരിയാണ്, കേരളത്തെ എടുത്തു വെച്ച മാതിരി കണ്ടില്ലേ. അവിടെ നമ്മളെ ചെമ്മീൻ കെട്ടുകൾ കാണാൻ പറ്റും. അമീർ ഖാനെ പെട്ടപ്പിച്ച് വിടുന്നു കേട്ടോ. അപ്പോൾ പട്ടേൽ സാറ് നമ്മൾ ആദ്യം വിചാരിച്ച് കുറച്ച് ടഫായിരിക്കും എന്നുള്ളത്, പക്ഷെ ആൾ ഒരു രക്ഷയില്ല കമ്പനിയായിട്ട്. അപ്പോൾ ഇവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിലും കൂടുതൽ നമ്മൾ പിന്നെ പോണ സ്ഥലങ്ങൾ ഇവരെ ഇതിൽ പെടാറുണ്ട്. ഇവർക്ക് കൂടുതൽ ഇവർക്ക് ഇഷ്ടം പേ ചെയ്തിട്ട് പോകുന്ന സ്ഥലങ്ങളാണ്. ഡോൾഫിൻ വരുന്നതും അങ്ങനെ ക്രൂസൊക്കെ എടുത്ത് പോകുന്നതാണ് ഇവർക്കിഷ്ടം. ഈ തീരം ആണ് അതിമനോഹരം. വിദേശ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാണുന്ന തടാകം ഉള്ളത് കേട്ടോ. അസാധ്യ ഇതാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നാട്ടിലെ ചെമ്മീൻ കെട്ടുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ കണ്ടത്. അങ്ങനെ അവസാനം നമ്മൾ ബാഗ ബീച്ചിലെത്തിയിട്ടുണ്ട്. നോർത്തിലെ ബാഗ ബീച്ചിലാണ് ഇനി അല്പനേരം. അവിടെ ചെന്നിട്ടൊന്നും നോക്കിയില്ല. നമ്മൾ ഇതേമാതിരത്തെ സംഗതികളൊക്കെ എടുത്ത് ചാച്ചു മസാജൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആ കാറ്റും കൊണ്ട് കിടന്ന്. എല്ലാവരും ഉണ്ട് ഇവിടെ, പെങ്ങളും ഉണ്ട്. പെങ്ങളെ മോള് കരിക്ക് കുടിക്കുന്നു. അളിയൻ കുറച്ച് നേരം നല്ല കാറ്റൊക്കെ കൊണ്ട് കിടക്കുന്നു. ചാച്ചപ്പൻ മസാജൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഉറങ്ങാണെന്ന് സംശയമുണ്ട്. ചാച്ചു കടൽക്കാറ്റും കൊണ്ട് ഇങ്ങനെ കിടക്കാൻ അസാധ്യ ഒരു ഇത് തന്നെയാണ് കേട്ടോ. അതേമാതിരി തന്നെ ചാച്ചു, അളിയൻ, അനിയൻ ഒക്കെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല ലോങ്ങിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഗ ബീച്ചിൽ നീരാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാഗ ബീച്ചിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇത്രയും ദിവസം ഹൈദരാബാദിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിച്ച ഹൈദരാബാദി ബിരിയാണി ആണെന്ന്. ഒരു രസം ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം മറ്റൊരു ബീച്ചിലോട്ടാണ് വന്നത്. അങ്ങനെ അതിന് ശേഷം നമ്മളെത്തിയത് കാൻഡലിൻ ബീച്ചിലോട്ടാണ് കേട്ടോ. കാൻഡലിൻ ബീച്ചിന് പ്രത്യേകത ഒന്നുമില്ല, ഈ പറഞ്ഞ മാതിരി തന്നെ ഇതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടികൾ. മറ്റൊരു വ്യത്യസ്തമായിട്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് എന്തോരം ആൾക്കാർ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നവർ, ഇതേമാതിരി ബോട്ട് സർവീസ്, അതിൻ്റെ പാക്കേജുകൾ, അവിടുത്തെ മറ്റു ആക്ടിവിറ്റി അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കാൻഡലിൻ ബീച്ചിൽ ഈ പറഞ്ഞ മാതിരി മറ്റു പ്രത്യേകത ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ നമ്മളെ മറ്റൊന്നല്ല, ഇവിടുത്തെ ചാച്ചപ്പൻ ഒരു സ്പീഡ് ബോട്ട് ഒരു ഡ്രൈവിന് ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ പോയിട്ട് ചെയ്തത്. ഞാൻ പിന്നെ മുമ്പ് ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അതിന് ഞാൻ നിൽക്കുന്നില്ല. മുമ്പ് എക്സ്പീരിയൻസ് വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം സനഫ് ചാച്ചു ആണ് സ്പീഡ് ബോട്ടിൽ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് പോയ മറ്റൊരു സ്പീഡ് ബോട്ട് തിരിച്ചു വന്നിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ചാച്ചപ്പൻ്റെ ബോട്ട്. ഒരു രക്ഷയിലാവുമ്പോൾ കലക്കണ്ടവന്മാർ കലക്കണം. ചാച്ചപ്പൻ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് അക്കരയിലെത്തി. അങ്ങനെ ചാച്ചപ്പൻ നല്ല ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വണ്ടിയിൽ തന്നെ. അപ്പോൾ നമ്മൾ പേ ചെയ്തിട്ട്, അതായത് പാക്കേജിന് പുറമെ പേ ചെയ്തിട്ട് ആണ് അടുത്ത പോക്ക്. അപ്പോൾ നമ്മളുടെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ അവസാന സമയങ്ങൾ വന്നിട്ടുള്ളത് പഞ്ചിമിലെ ആണ്. പഞ്ചിമിലെ ക്രൂയിസ് എടുത്തിട്ടാണ് നമ്മളുടെ അടുത്ത കറക്കം. ക്രൂയിസ് എടുത്തെന്ന് പറഞ്ഞാൽ ഒരു പാക്കേജിൽ, അപ്പോൾ ക്രൂയിസിൽ കയറി, അതാണ് ഒരു രക്ഷയില്ലാത്ത ഒരു ട്രിപ്പ്. അപ്പോൾ നമ്മളിത് ക്രൂയിസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മണിക്കൂറുകളോളം ഇവിടെ അടിച്ച് പൊളിയാണ്, ഒരു രക്ഷയില്ല. ക്രൂയിസിലെ വൈബ്, DJ കാര്യങ്ങൾ, നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ലഭ്യമായിരുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ അവസാനത്തെ നിമിഷങ്ങൾ ഗോവയിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മഡ്ഗോവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങേണ്ടത്. മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ആളെയും അവിടെ ചെന്നിട്ട് ആശ്രയിക്കരുത്. അവിടെ എല്ലാത്തിനും കമ്മീഷനാണ്. ഫുഡ് മേടിച്ച് തരുന്നത്, റൂം എടുത്ത് തരുന്നത്, ടാക്സി വിളിക്കുന്നതിനൊക്കെ കമ്മീഷനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് പോയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ചായക്ക് 30 രൂപയാണ്. അപ്പോൾ നമ്മളുടെ ട്രെയിൻ യാത്രകളൊക്കെ ബഡ്ജറ്റ് ഓക്കെ ആയിരുന്നു, കുറഞ്ഞ ബഡ്ജറ്റേ വന്നിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ നല്ല സുഖമായിട്ട് പോയി വന്നു.
കാരണം എന്താണെന്ന് വെച്ചാൽ പോയപ്പോഴും ടിക്കറ്റ് കിട്ടി, വന്നപ്പോഴും ടിക്കറ്റ് കിട്ടി. അതിൻ്റെ മേലെ ഇരുന്നിട്ട് ഇതേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പട്ടേൽ സാർ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷവും കാര്യങ്ങളൊക്കെ, നമ്മളെ ഗോവ വിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഗോവയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാളെയും ആശ്രയിക്കാതെ തന്നെ നമ്മൾ എല്ലാം സ്വയം തിരഞ്ഞെടുക്കുക. ഇപ്പോഴും നമ്മൾക്ക് ഗോവയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ട്രിപ്പ് എന്തായാലും ഈ പറഞ്ഞ മാതിരി നമ്മളുടെ സമയക്കുറവ് തിരിച്ച് വരേണ്ടത് കൊണ്ട് തന്നെ ആണ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ മിസ്സാവേണ്ടി വന്നിട്ടുള്ളത്, ഇത്രയും ദൂരം പോയിട്ട്. അപ്പം നിങ്ങൾ ഇനി പോകുമ്പോൾ ഒന്നും കൂടെ 1-2 ദിവസം കൂടി കൂടുതൽ നിന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് വരാവുന്ന രീതിയിലായിരിക്കണം ഗോവൻ ട്രിപ്പ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനുള്ള സമയം നിങ്ങൾ മാറ്റി വെച്ചിട്ടാണ്. നമ്മളെ പോവൽ എന്ന് പറഞ്ഞാൽ രാത്രി തീരുമാനിക്കുന്നു, രാവിലെ നമ്മൾ പോയി. അപ്പോൾ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും 2 സ്റ്റെപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അടിത്തിമർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഘോഷ നിമിഷങ്ങളാണ്. മറ്റുള്ളിടത്തൊക്കെ പോയി ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ നയന മനോഹരമായ നല്ല കാഴ്ചകളാണെങ്കിൽ ഗോവ പോലത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ മറ്റു ഉത്സവ ലഹരിയിൽ ആഘോഷിച്ച് അടിത്തിമിർത്ത് വരേണ്ട ഒരു സ്ഥലമാണ് ഗോവ. സഗീർ ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അടിയിലേക്ക് ഇറങ്ങി വന്നേക്കിന് കേട്ടോ, DJ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പാച്ചുട്ടൻ ദേ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. താഴേക്ക് ഇറങ്ങി വന്നൊക്കെയാണ്. താഴത്തെ ഫ്ലോറിലാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. മേലെ ഇരുന്നിട്ട് നമുക്ക് മേലത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. അളിയൻ്റെ രക്ഷയില്ല, അളിയൻ അടിച്ച് പൊളിക്കാൻ തന്നെ ഉറപ്പിച്ച് പോയതിന്. അതാണ് വേണ്ടതും. നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഉറക്കത്തിൻ്റെ ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ആയി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് പലപ്പോഴും ഇതേമാതിരി അടിച്ച് പൊളിച്ച് ആഘോഷിക്കാനായിട്ട് നമ്മൾ മറന്നുപോയി. എന്നാലും കിടിലൻ ട്രിപ്പായിരുന്നു, പോയവരൊക്കെ ഹാപ്പിയാണ്. എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഗോവയിലേക്ക് ആരെങ്കിലും ഫാമിലി ആയിട്ട് പോയെന്നു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗോവയിൽ പോകുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് പോകണം. അവർക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ള സ്ഥലങ്ങളിൽ കാട്ടും. കാരണം അവരും ഇതൊക്കെ ആഘോഷിക്കേണ്ടതാണ്, അവരിതൊക്കെ കാണേണ്ടതാണ്. അപ്പോൾ പല ആൾക്കാരും എനിക്കറിയാം ഗോവയിൽ പോകുമ്പോൾ ഫാമിലീനെ ഒഴിവാക്കിയിട്ട് പോകുന്ന കാര്യങ്ങൾ. അതെന്താണ് കൂടുതലും എനിക്കറിയാം അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ കാണുന്ന കാഴ്ച എല്ലാവരും കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് നമുക്ക് ഫാമിലീനെ ഒഴിവാക്കിയിട്ട് പോകാനൊന്നും പറ്റില്ല. ഉമ്മാനെ 100 പ്രാവശ്യം വിളിച്ചു, ഉമ്മ വന്നില്ല. അതേമാതിരി തന്നെ ഇവിടെ ഇരുന്നിട്ട് കാണുന്ന സൺസൈറ്റ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, അതിൻ്റെ ഒരു മനോഹാരിത പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മളെ ക്യാപ്റ്റൻ വളരെ കൂളാണ്. ക്യാപ്റ്റൻ നമ്മൾ അകത്തേക്ക് വിളിച്ചു വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിട്ട് നമ്മൾക്ക് ഇതേമാതിരി വീഡിയോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞു. അതേമാതിരി ഇതിൻ്റെ ഫ്ലോറിൽ ഇങ്ങനെ നിന്നിട്ട് ഇതേമാതിരി നിൽക്കുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു കേട്ടോ, ഓരോ ഒന്നും പറയാനില്ല. അതേമാതിരി ഈ ഒരു ഇതൊക്കെ നല്ല മനോഹരമായിരുന്ന ഒരു ഇതായിരുന്നു. ക്യാപ്റ്റൻ്റെ ഒപ്പം നിന്നിട്ട് അദ്ദേഹം തന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ. നമ്മളെവിടെയാണെങ്കിലും ഒക്കത്തിനും ആ ഷിപ്പിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ, ക്രൂസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല, ഈ ഭാഗത്തേക്ക് പോകാൻ പാടില്ല, ഇപ്പുറം പോകാൻ പാടില്ല, മൂപ്പര അവിടേക്ക് അങ്ങോട്ട് കിടക്കാൻ പാടില്ല. ഇവിടെ അങ്ങനത്തെ ഒരു ഇതുമില്ല കേട്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം, ഒരു പ്രശ്നവുമില്ല. നമ്മളെ നാട്ടിൽ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പോകുമ്പോൾ ആ ഭാഗത്തേക്ക് പോകരുത്, ഇവിടേക്ക് പോകരുത് എന്നൊക്കെ. അതേമാതിരി തന്നെ ഈ ഒഴുകി നടക്കുന്ന ക്രൂസിൻ്റെ ഏറ്റവും ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നതൊക്കെ ഭയങ്കര മനോഹരമായ നിമിഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഇതേമാതിരി ഒരുപാട് ഒഴുകി നടക്കുന്ന ആഡംബര ക്രൂയിസുകളുണ്ട്, ആഡംബര ഒഴുകി നടക്കുന്ന കാസിനോവുകളുണ്ട്, കാസിനോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഗോവയിലത്തെ ട്രിപ്പ്. മേലെക്കൂടെ എന്തോ പറന്നു പോകുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, കാക്കയാണോ കൊക്കാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല. പോയതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിമിഷങ്ങളാണ് ക്രൂയിസിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഇറങ്ങി വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൂയിസിൽ നിന്ന്. അപ്പോൾ അടുത്ത് നമ്മൾ നേരെ പോകുന്നത് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് ഇതേമാതിരി തന്നെ നമ്മൾക്ക് ട്രെയിൻ കിട്ടി. ഇതേപോലെ റിസർവേഷനൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. നമ്മൾ പോയപ്പോൾ തന്നെ നോക്കി ഒഴുകി നടക്കുന്ന ആഡംബര ക്രൂയിസ്.
അപ്പോൾ നമ്മൾക്ക് ടിക്കറ്റ് നോക്കി റിസർവേഷൻ എന്തായാലും വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കി, പോയ അന്നും നോക്കി വരുന്ന അന്നും നോക്കി, രക്ഷയില്ല, അതൊന്നും കിട്ടിയില്ല. അപ്പോൾ സാധാ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് തിരിച്ചു വന്ന്. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സ്വതവേ ആൾക്കാർ കുറവാണ്. പിന്നെ കേരളത്തിൽ എത്തിയതിന് ശേഷം ജോലിക്കാരും മറ്റും കയറിയപ്പോഴാണ് ഇത്തിരി തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ട്രെയിനിൽ. അപ്പോൾ കേരളം വരെ നല്ല ഒരു കുഴപ്പമുണ്ടായില്ല, തിക്കും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഗോവയോട് വിട പറഞ്ഞു. മടക്കം ആണ്, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അതേമാതിരി തന്നെ ട്രെയിനിൽ എപ്പോൾ പോയാലും ട്രെയിനിൽ നിന്നും കാണുന്ന ചില കാഴ്ചകൾ, ട്രെയിൻ ഒരു ദിവസത്തെ യാത്ര, ഇതൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണണം കേട്ടോ. അത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ചായയും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് അത് ട്രെയിനിലിരുന്ന് കഴിച്ച് ഇതേമാതിരിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നത് മനോഹരമാണ്. അതേമാതിരി തന്നെ ഭാരതപ്പുഴയുടെ ഏറ്റവും നല്ല ദൃശ്യം നമുക്ക് ലഭ്യമാവുന്നത് ഇതേമാതിരി ട്രെയിനിലിരുന്ന് കാണുമ്പോഴാണ്. കാരണം ഞാൻ പല പ്രാവശ്യം ഭാരതപ്പുഴയുടെ ഭംഗി സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ളത് ട്രെയിനിൽ പോകുമ്പോൾ ഇതേമാതിരി കണ്ടിട്ടാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഭാരതപ്പുഴയുടെ സൗന്ദര്യം അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ കണ്ടിട്ടുണ്ടാവുക ട്രെയിനിലിരുന്നിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് വീട്ടിലെത്തി. കുഞ്ഞുമാട് അവിടെയാണ്. അപ്പോൾ ഉച്ചക്കലത്തെയും ഉച്ചക്കലത്തെ ഫുഡ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം കാക്കു. ബൈ.